പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച് സന്നിഹിതമാകേണ്ടി വരും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഏതാണ്ട് ഉച്ചയായപ്പോൾ അച്ഛൻ മരിച്ച ദിവസം ഹോസ്പിറ്റൽ ഡയറക്ടർ ജെയിംസ് അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ ഗ്രിഗറി അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അല്പം സീരിയസ് ആണ്. അപ്പോൾ എനിക്ക് അത്ര ഗൗരവം തോന്നിയില്ല. വീണ്ടും ഞാൻ തിരിച്ചു ചോദിച്ചു, എന്താ സീരിയസ് ആയിരിക്കുന്നത്? അതെ, ഡോക്ടർമാർ പറഞ്ഞു 3% മാത്രമേ രക്ഷയ്ക്ക് വഴിയുള്ളൂ. ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി, ഭയപ്പെട്ടു പോയി. ഉടൻ തന്നെ വണ്ടിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും വഴി ചിങ്ങവനത്തെത്തിയപ്പോൾ അച്ഛൻ വീണ്ടും വിളിച്ച് പറഞ്ഞു, അച്ഛൻ മോർച്ചറിയിലേക്ക് വന്നാൽ നിര്യാതനായി. സത്യത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഹൃദയഭാരം, ആഘാതത്തോടുകൂടി എത്തുമ്പോഴാണ് കണ്ണീർ നിറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹോദരി ജാൻസിയും പ്രൊവിൻഷ്യലമ്മയും ഒക്കെയൊക്കെ ആ നിലപാട്, ആ നില അത് മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ലിത്. ഓണങ്ങളും കുടുംബം വൈദികരുടെ കുടുംബമാണ്. വാസ്തവത്തിൽ ഇവിടെ അതിൻ്റെ അവസാനത്തെ അച്ഛനാണ്. ഇനി നമുക്കൊരച്ഛൻ ഓണംകുളത്തുള്ളത് തലശ്ശേരിയിലെ നോബൽ അച്ഛനാണ്. അച്ഛനിപ്പോൾ എൻ്റെ സമീപം നിൽക്കുന്നതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. ഹൃദയം വാസ്തവത്തിൽ വിങ്ങി തിങ്ങി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു ആ നിമിഷങ്ങൾ. ഞാൻ അന്നേരം ചിന്തിച്ചത്, ഈ അമ്മച്ചി ഇതെങ്ങനെ താങ്ങും? പക്ഷേ ഇപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു. സാധാരണ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ അമ്മച്ചി അവിടെ നിൽക്കും, കയ്യെ പിടിച്ച് ചോദിക്കും, എന്നെ അറിയുമോ എന്ന് ചോദിക്കും. പതിവുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നോട് ചിരിച്ചോണ്ട് ചോദിച്ചു, എന്നെ അറിയുമോ എന്ന് ഞാൻ ചോദിച്ചില്ല എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ എനിക്ക് അല്പം ഒരു ആശ്വാസം തോന്നി. അമ്മച്ചി ഈ ദുരന്തങ്ങളൊക്കെ അതിജീവിക്കുന്നതിനുള്ള കരുത്ത് ആർജിച്ചിരിക്കും. ഇതിനു മുമ്പും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ യൂറീപ്യ പ്രവർത്തനായിരുന്ന കുട്ടപ്പന് ഒരു അപകടത്തിൽ നിര്യാതനായി. അമ്മച്ചി അതിനെ അതിജീവിച്ചു. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ വലിയ സീനിയർ ഗ്രിഗറി അച്ഛന്, അദ്ദേഹം കടന്നുപോയി, കൂടെ അച്ഛൻ്റെ പിതാവ് കടന്നുപോയി. ഇതിനെയൊക്കെ അമ്മച്ചിയെ അതിജീവിച്ച് നിൽക്കുന്നു എന്നുള്ളത് പ്രാർത്ഥനയുടെ ഫലമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വാസ്തവത്തിൽ ഹൃദയം അതിഭയങ്കരമായ രീതിയിൽ വേദനിക്കുക. കാരണം അന്ന് ഞാൻ കൊച്ചച്ഛനായിരിക്കുമ്പോൾ എൻ്റെ മുറിയിൽ സ്ഥിരം വന്ന ഒരു 14-15 വയസ്സുകാരനാണ് ഇദ്ദേഹം. സാധാരണ മുറിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല, അവിടെ നിൽക്കും. മോനവിടെ ഇരിക്കുക, ഇല്ല ഞാൻ ഇവിടെ നിന്നോളാം. എന്നിട്ട് അധികം വർത്തമാനമൊന്നുമില്ല. എന്നിട്ട് ആ മുഖത്തിൻ്റെ പുഞ്ചിരി അന്ന് കാണുന്ന പോലെ തന്നെ ഇന്നും നമ്മൾ കാണും. ഒരു മാറ്റവും അദ്ദേഹത്തിന് മുഖത്തിന് വന്നിട്ടില്ല, ഘടനയ്ക്കും വന്നിട്ടില്ല, ശരീരത്തിനും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇത് സെമിനാരി പോകണമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. സമയമായപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, എനിക്കും സെമിനാരി പോകണം. അപ്പം അങ്ങനെയാണ് ചാലാശ്ശേരി അച്ഛനെയും ഗ്രിഗറി അച്ഛനെയും ഐസക് കൊച്ചുപുരക്കൽ അച്ഛനെയും അവരെ ചെമ്മാച്ചന്മാർ നിലയിൽ കൂട്ടി സെമിനാരിയിലേക്ക് പറഞ്ഞു വിടുന്നു. ഞാൻ കൊണ്ടുപോയാക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഓർക്കുമ്പോൾ വിഷമം വരുന്നത്, ഞങ്ങളെയൊക്കെ ചുമക്കേണ്ട ആളാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ സാധാരണ വൈദികന്റെ മൃതശരീരം ദേവാലയത്തിൽ നിന്ന് ചുമന്നുകൊണ്ട് ആനവാതിക്കൽ കൊണ്ട് കൊടുക്കുന്ന വൈദികരം, അങ്ങനെയുള്ള ഒരാളാണ് ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോയിരിക്കുന്നു എന്നുള്ള ഒരു സത്യം ഓർക്കുന്നത് വലിയ വിഷമാണ്. രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോട് ചോദിക്കേണ്ടതായിട്ട് വന്നു. ഇത്രയും നല്ല ഒരു കൊച്ചച്ഛൻ, അതിരൂപത്തിലാകമായിട്ട് സ്നേഹിക്കപ്പെടുന്ന ഒരാളാണ്, വൈദികർക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാൾ, ഒരു തരത്തിലും ഒരു വിധത്തിലും ഒരു കുറവും ഒരിടത്തും കാണിക്കാത്ത ഒരച്ഛൻ കത്തീഡ്രൽ അസിസ്റ്റന്റായി പറാലിൻ്റെ ചുമതല ഏറ്റെടുത്തു. ആ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചൊന്ന് എക്സലന്റ് ഡയറക്ടറായിരിക്കുമ്പോൾ ഈ കൊച്ചിന് അസിസ്റ്റന്റായിട്ട് കിട്ടിയാൽ കൊള്ളാം ഞാൻ ഭൗതി പിതാവിന് പറഞ്ഞപ്പോൾ പിതാവ് വിളിച്ചപ്പം പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ പറാലിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിതാവേ എന്ന് പറഞ്ഞ് അദ്ദേഹം നിരസിച്ചു. അപ്പം എൻ്റെ ആഗ്രഹം വാസ്തവത്തിൽ നടക്കാതെ പോയി. അതിന് പകരമാണ് ചാലാശ്ശേരി അച്ഛന് വരാനായിട്ടിടയായത്. അപ്പം അതുപോലെ കമ്മിറ്റഡായി ഏൽപ്പിച്ച സ്ഥലത്ത് മരിച്ച് ജോലി ചെയ്യുന്ന ഒരു വൈദികനായിരുന്നു അദ്ദേഹം. പറാൽ എന്ത് വികസനമുണ്ടായി എന്ന് നാട്ടുകാരോട് ചോദിച്ചറിയാം. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആ പാലം പണിത്.
അങ്ങോട്ടുള്ള വൈദ്യുതി കണക്ഷൻ ഉണ്ടായത്, അവിടെ ഒരു പ്രദേശമാക്കി രൂപീകരിച്ചത് അങ്ങനെയാണ്. പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് 10-20 വർഷക്കാലത്തോളം ജീവകാരുണ്യ രംഗത്ത് വളരെ ക്രിയേറ്റീവായി, സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏറ്റാൽ ഉള്ള സ്റ്റാറ്റസ് കോ കൊണ്ടു നടക്കുന്നതിനപ്പുറത്തേക്ക് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പലർക്കും കഴിവില്ല. പക്ഷേ എന്തെല്ലാം കാര്യങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ച കളറേ ഹോം ആൻഡ് കളറേ ഡ്രീം വിദ്യാഭ്യാസത്തിന് 1500-ലധികം പെൺകുട്ടികളെ നേഴ്സിങ്ങിന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാളധികം ഭവനങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 32 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിൽ മുതലായിട്ടുണ്ട്. ഇതുപോലൊരു സംവിധാനം, അതുകൊണ്ട് വെള്ളത്തിന് വേണ്ടി കുഴിയെടുക്കുക എന്ന പരിപാടി അദ്ദേഹം ആവിഷ്കരിച്ചപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പം ഇതുപോലെ ശാന്തനായിരുന്ന വളരെ ക്രിയേറ്റീവായി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ വാസ്തവത്തിൽ 64-ാമത്തെ വയസ്സിൽ ഒരു 11 വർഷം കൂടി നമുക്ക് സേവനം കിട്ടേണ്ടതാണ്. സഭയ്ക്ക് ചോദിക്കേണ്ടി വന്ന കർത്താവ്, ഇതെന്ത് പണിയാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ വളരെ ഒത്തിരി വിഷമിച്ചിട്ട് അവസാനം നമ്മുടെ വചനത്തിലേക്ക് തന്നെ തിരിയാണ് ഉണ്ടായത്. നമുക്ക് എന്തായാലും സമാധാനം. ഏനോക്കിലെ ദൈവം എടുത്തു എന്നാണ് നാം വായിക്കുക. തമ്പുരാൻ ഇഷ്ടപ്പെട്ട സമയത്ത് എടുത്തു, അത് ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നാം കാണുന്നു മോശയെ സംബന്ധിച്ചിടത്തോളം, അതായത് ദൗത്യം പൂർത്തിയാക്കി എന്ന് തോന്നിയ അവസരത്തിൽ അദ്ദേഹം സംസ്കരിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്, എവിടാന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മോശ കബറുടെ എവിടാന്ന് ആർക്കും അറിയത്തില്ല. ഇതുകൊണ്ട് ദൈവം തന്നെ സംസ്കരിച്ചു എന്ന ഇതിന് ആ വിധത്തിൽ നമ്മളാരും അറിയാതെ നമ്മുടെ ഇടയിലൂടെ ശാന്തനായി നടന്നുപോയ നമ്മുടെ ഗ്രിഗറി അച്ഛനെ ദൈവം എടുത്തു. ദൈവത്തിൻ്റെ അഭീഷ്ടമായിരുന്നു അത്. അങ്ങനെ മുമ്പോട്ട് നാം നോക്കുമ്പോഴാണ് ഓരോ ദൈവവിളിയുടെയും പിൻപില് ദൈവം എടുത്തു എന്ന സത്യം ഗ്രഹിക്കണമെങ്കിൽ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ തിരിഹിതം തിരിച്ചറിയാൻ നമുക്ക് പ്രാർത്ഥനയുടെ മനോഭാവം വേണം. അങ്ങനെയാകുമ്പോഴാണ് കർത്താവിൻ്റെ പക്കലേക്ക് പറന്നു പോകാൻ ദൈവം ആഗ്രഹിച്ചു. രാജപാലന രംഗത്ത് പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച ആൾ തന്നെയാണ്. എവിടെയായിരുന്നാലും നന്മ കഴിയുന്നവർക്ക് എതിർപ്പുകൾ ഉണ്ടാവും. നമുക്കറിയാം, അവിടെ ബസിലിക്കായുടെ മുഖച്ഛായ മാറ്റിയെന്ന് എല്ലാവർക്കും ചെന്ന കണ്ടാ അറിയും. ഞാൻ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ അവിടെ കയറുക പതിവുണ്ട്. ഒരിക്കൽ പോയപ്പോൾ എന്നെ കൈപിടിച്ച് കൊണ്ടു നടന്ന് ചെന്നതിന് ശേഷം എത്തിയ മാറ്റങ്ങളെ ഓരോന്നോരോന്നായിട്ട് എനിക്ക് എണ്ണി വിവരിച്ച് പറഞ്ഞു. അതിഭയങ്കരമായ മാറ്റങ്ങൾ ചമ്പക്കുളത്തിന് വരുത്തി ബസിലിക്കായുടെ പദവിയിലേക്ക് ഉയർത്തുന്നതിന് കഴിഞ്ഞു. പക്ഷെ എന്നാലും അജപാലകരെ സംബന്ധിച്ചിടത്തോളം അവരെവിടെ ജോലി ചെയ്താലും എല്ലാ ഇടവയിലും തന്നെ ചില വ്യക്തികളെങ്കിലും അവരാളാകാൻ വേണ്ടി പ്രസംഗം സൃഷ്ടിക്കുക പതിവുണ്ട്. അങ്ങനെ ചില വേദനകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടതായിട്ട് വന്നു. മരണത്തിന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയും. പക്ഷെ ആ ജനം ഭയങ്കര സ്നേഹസമ്പന്നരായിരുന്നു. അവരത് സമ്മതിച്ചില്ല. അവരോടെ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്ത് അച്ഛായി പ്രശ്നങ്ങളൊക്കെ പള്ളിയിൽ പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വേണ്ട, ഇല്ല, അവർ സമ്മതിച്ചില്ല. പക്ഷെ ആ പള്ളിയിൽ പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം കരഞ്ഞു പോവുകയും ആ 2-3 പ്രാവശ്യമെങ്കിലും വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോഴത്തേക്കും ടെൻഷൻ അതിൻ്റെ മൂർധന്യത്തിലെത്തിയെന്നതിൻ്റെ അർത്ഥം ഉടൻ തന്നെ താമസിയാതെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പം ജീവിതത്തിൽ ഒരു രക്തസാക്ഷിയായി കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നതെന്ന് സഭയ്ക്ക്, ദൈവജനത്തിന് എന്നും ഓർക്കത്തക്കതി ചെമ്പക്കുളംകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരിവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. സ്നേഹസമ്പന്നരായ ആളുകളാണ് ചമ്പക്കുളത്തുള്ളവരും. അവരതുകൊണ്ട് അച്ഛനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരെ സമ്മതിക്കുമായിരുന്നില്ല. ആ വിധത്തിൽ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ നമുക്കാവണം അവരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഹോസ്പിറ്റലൈസ് അതിൻ്റെ ഇടയിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ശരീരത്തിന് ആരോഗ്യം നോക്കാറില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇറങ്ങി പോകും, ആശുപത്രിയിൽ നിന്നായാലും ശരി. അപ്പോൾ ഒരു അവസരത്തിൽ അങ്ങനെ പോകാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു ചെറിയ പള്ളിയിലെ തിരുനാളിൻ്റെ കൊടി കയറ്റുക എന്നുള്ളത്. ആരാധനാ സഭയുടെ ഹൗസിനെ തൊട്ട് ചേർന്നുള്ള കുര്യാളശ്ശേരി പിതാവ് സ്ഥാപിച്ച ആ ദേവാലയത്തിൻ്റെ കൊടി ഉയർത്താനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മദർ, അതിരമ്പലക്കാർ തന്നെയാണ് ലില്ലി റോസ്, മദർ നിരുത്സാഹപ്പെടുത്തിയിട്ട് പോലും ആ മദറും സ്വന്തം സഹോദരിയും കൂടെ ഒന്ന് ചേർന്ന് അച്ഛനെ കൊണ്ടുപോയി ഭംഗിയായിട്ട് കൊടിയുയർത്തം നടത്തി. മരിക്കുന്നതിൻ്റെ തലവസ്ഥാനം ഓർക്കുക. അവസാന നിമിഷം വരെയും അജപാലന ശുശ്രൂഷയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ അതിരമ്പല ഇടവകയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല ഇടവകയാണ്, നല്ല കൃത്യതയുള്ള ഇടവകയാണ്. ആളുകൾ ഒന്ന് ചേർന്നാണ് നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതുപോലെ അത്ര കൃത്യമായ ഇടവകയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിയായിരിക്കുമ്പോൾ ഓടി വരുമായിരുന്നു. അതിനുമ്പോൾ ഇടവകപ്പെട്ട അച്ഛന്മാർ, കുര്യച്ഛനെ പോലുള്ള ആളുകളും ഒരുപാട് പേര് ചാലാശ്ശേരി അച്ഛനൊക്കെ ആ തിരുനാളൊക്കെ അനുബന്ധിച്ച് ഓടി വരുമായിരുന്നു. എല്ലാ കാര്യങ്ങളും
ഒട്ടും തന്നെ ഒരു വിട്ടുവീഴ്ചയും ഒരു വീഴ്ചയും ഉണ്ടായിരുന്നില്ല. ഞാനത് കൃത്യം നന്ദിപുരം അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ ഈ ആഘാതം അത് ഒട്ടും പെട്ടെന്നൊന്നും അയഞ്ഞു പോകുന്നതല്ല. നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞാലും ശരി, ആശ്വസിപ്പിക്കാനായിട്ട്, ഈ അമ്മയെ ആശ്വസിപ്പിക്കാൻ, ഈ സഹോദരിയെ ആശ്വസിപ്പിക്കാൻ മാനുഷിക വചനങ്ങൾക്ക് സാധ്യമല്ല. ദൈവത്തിന്റെ വചനത്തിന് വിറ്റുകൊടുക്കുക, ദൈവഹിതത്തിന് വിറ്റുകൊടുക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുക്കാലും കൂടുതലും അതിരമ്പതക്കാരായിരിക്കും കരുതുകയാണ്. അവരും ചമ്പക്കുകാരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഈ അജമാലകന്റെ സാന്നിധ്യം അനുഗ്രഹപ്രദമായിരുന്ന കാര്യം ഉറക്കെ ഇന്ന് വിളിച്ച് പറയാം. ഞാൻ പറഞ്ഞുവല്ലോ, ബെനഡിക്ട് അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ വലിയ ജോസഫ് അച്ഛൻ, അദ്ദേഹം കടന്നുപോയി. അതുപോലെ സെബാസ്റ്റ്യൻ അച്ഛൻ, അതുപോലെ ഈ അച്ഛൻ്റെ അപ്പൻ്റെ സ്വന്തം അനിയൻ ഗ്രിഗറി അച്ഛൻ കടന്നുപോയി. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓണങ്ങളും കുടുംബത്തിൽ ഇവിടെ നമുക്ക് അച്ഛന്മാർ ഇപ്പോൾ ഇല്ല. പിന്നെ ഒരു അച്ഛനുള്ളത് തലശ്ശേരിയിലാണ്, അച്ഛൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും കൃത്യമായ പ്രാർത്ഥന ഈ അച്ഛൻ്റെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് നേരുകയും, പ്രത്യേകിച്ച് ഈ സമയത്ത് അഭിനന്ദ പിതാവ് അത് ഇവിടെ എത്തുകയും ഈ കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തതിൽ പിതാവ് നന്ദി നമ്മൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം.